ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചിക്കൻ 2 കിലോ. അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കട്ടി തൈരായിരിക്കണം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നല്ല കളറും ഒക്കെ കിട്ടും. ഗരം മസാല 3/4 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒറിഗാനോ 1 ടീസ്പൂൺ, അതില്ലെങ്കിലും കുഴപ്പമില്ല, അവോയ്ഡ് ചെയ്യാം. അതിൻ്റെ കൂടെ കസൂരി മേത്തി 1 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. ചെറുനാരങ്ങയുടെ ഒരു പകുതി, അത് അതിൻ്റെ ജ്യൂസ് കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ പീസിലും ആകുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇതാ കണ്ടോ, യോജിപ്പിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഒരു ഗ്രില്ലിംഗ് പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ഇടുക. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാനിലോട്ടെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ എല്ലാം നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. എല്ലാ പീസും ഓരോന്നോരോന്നായി അടുക്കി വെച്ച് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. തീ കൂട്ടിയിടരുത്, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഗ്രില്ല് ചെയ്യാൻ. ഒരു സൈഡ് ആകുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. കരിയാതെ നോക്കണം, എന്നുവെച്ചാൽ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. അപ്പം അതാകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒഴിച്ചിട്ട് ഹോൾ ഗരം മസാല ഇടാം. ആദ്യം വലിയ ഏലക്ക 1 മതി, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ചെറിയ ഏലക്ക, 3-4 പീസ് ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീവ്സ്, 1 ടീസ്പൂൺ ജീരകം, 3-4 പച്ചമുളക് കീറിയിട്ടത്, ഒന്ന് വഴറ്റാം. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ 2 സവാള അരിഞ്ഞത്, നല്ല കനം കുറച്ച് അരിഞ്ഞത് 2 സവാള ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തക്കാളി, 2 വലിയ തക്കാളി, അതൊന്ന് പ്യൂരി ആക്കി എടുക്കാം. അത് വഴറ്റുമോ ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് മിക്സിയിലിട്ട് പ്യൂരിയാക്കി മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ സവാളയും ഗരം മസാലയും എല്ലാം കൂടെ വഴണ്ട് വന്നത്. നമുക്ക് അതും ഒന്ന് പ്യൂരിയാക്കാം. ഇത്രയും വഴണ്ടാൽ മതി, ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതാണ്ട് ടൊമാറ്റോ പ്യൂരിയാക്കിയത്. ഇനി സവാളയും പേസ്റ്റാക്കി എടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ഒരു 15 എണ്ണം, അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് അരിഞ്ഞിരിക്കണം. ഇതാണ്ട് കാഷ്യൂനട്ട് പേസ്റ്റാണിത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നല്ല കുഴമ്പ് മഷി പോലെ അരയ്ക്കണം. അതിന് ശേഷം സെയിം പാനിൽ തന്നെ 2 ടീസ്പൂൺ ബട്ടർ ഇടാം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ശരിക്കും വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ,
വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് വേറെ ആവും. ബട്ടർ ചിക്കന് വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതാ ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തക്കാളി അരച്ചത് അതും ചേർക്കാം. തക്കാളി നല്ലതായിട്ട് വഴറ്റി എടുക്കാം. എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വഴട്ടെ. അതുകൊണ്ട് കാശ്മീരി റെഡ് ചില്ലി ഇട്ടുകൊണ്ടാ നമ്മുടെ ടൊമാറ്റോയും ഇതൊക്കെ നോക്കി എന്തോ കളറാണ് നോക്കിക്കുക, നല്ല ചുമന്ന്. അതിൻ്റെ കൂടെ നമുക്ക് ദാണ്ട ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് ആ തക്കാളി ഒന്ന് ആയി അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വെച്ചതൊന്ന് സ്മോക്കി എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ പീസ് എടുത്ത് കത്തിച്ച് നമ്മുടെ ചിക്കൻ ഇരിക്കുന്ന ബൗളിനകത്ത്, അതിനകത്ത് വേറൊരു കുഞ്ഞു ബൗളിനകത്ത് ഈ ചാർക്കോൾ പീസ് ഇട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബൗൾ അങ്ങ് കവർ കൊണ്ട് അടയ്ക്കണം. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ തന്തൂറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ അടച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഈ നമ്മൾ തക്കാളി വഴറ്റിയതിന് അകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ഇട്ട് കൊടുക്കണം. സവാള അരയ്ക്കുന്നത് നന്നായി പേസ്റ്റ് ആക്കണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്നൊന്ന് ബോയിൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്മോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസ് എല്ലാം അതിലോട്ട് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഹണി ഒഴിക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ ഈ ഗ്രേവിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം വെന്ത് നല്ല തിക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം. ശേഷം കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ഞെരടി അതിനകത്ത് ഇടാം. കുറച്ച് മല്ലിയില അരിഞ്ഞതിടാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഈ ബട്ടർ ചിക്കൻ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിലും ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കില്ല, വീട്ടിൽ തന്നെ എപ്പോഴും ബട്ടർ ചിക്കൻ ഉണ്ടാക്കും. കണ്ടോ നമ്മുടെ ബട്ടർ ചിക്കൻ എന്ത് രസമായിട്ടുണ്ട് കാണാൻ. പ്ലീസ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്